ഈ കുട്ടി കാറിൽ യാത്ര ചെയ്യുമ്പോൾ വൊമിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും അവൾക്ക് എന്തോ പോലെ തോന്നുന്നു. ഉടനെ തന്നെ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി അവൾ വൊമിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവൾ എന്തിൽ യാത്ര ചെയ്താലും വൊമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ അവളെ പരിശോധിച്ച ഡോക്ടർ അവൾക്ക് ഫിസിക്കലി ഒരു പ്രശ്നവുമില്ലെന്ന് പറയുന്നു. പക്ഷെ നടന്നു പോകുമ്പോൾ അവൾക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ല. അതുകൊണ്ട് അവൾ ദിവസവും സ്കൂളിൽ പോകുന്നതിനായി 2 മണിക്കൂർ നടക്കാൻ തുടങ്ങുന്നു. ഇത്രയും ദൂരം നടന്നു വരുന്നത് കൊണ്ട് അവൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചർ അവളെ നോട്ട് ചെയ്യുന്നു. അവർ അവളെ ഓഫീസിലേക്ക് വിളിക്കുന്നു. അവൾ ദിവസവും ഇത്രയും ദൂരം നടന്നാണ് സ്കൂളിലേക്ക് വരുന്നതെന്ന് അറിഞ്ഞ ടീച്ചർ റേസ് വാക്കിങ്ങിൽ പങ്കെടുക്കാൻ അവളെ എൻകറേജ് ചെയ്യുന്നു. പിറ്റേ ദിവസം തന്നെ അവളെ കോച്ചിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ സ്കൂൾ ടീമിലെ കുട്ടികളുടെ പ്രാക്ടീസ് കഠിനമായി അവൾക്ക് തോന്നുന്നു. അവൾ വളരെ വേഗം തന്നെ ക്ഷീണിക്കുന്നു. അവൾ വളരെയധികം ആത്മാർത്ഥമായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു. അവസാന മാസങ്ങളുടെ പരിശീലനത്തിനൊടുവിൽ അവൾ തന്റെ ടീംമേറ്റ്സിനൊപ്പം എത്തുന്നു. ഒരു ദിവസം ഒരു ടീംമേറ്റ് അവളോട് അവർ നാഷണൽ ഗെയിമിൽ പങ്കെടുക്കാൻ പോകുന്നതായി പറയുന്നു. അത് കേട്ടവൾ സന്തോഷിക്കുമെങ്കിലും അവൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കൂടി നടക്കുന്നു. ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്ത് വേണം പോകാൻ. തനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത കാര്യം അവൾ ആരോടും പറയുന്നില്ല. ബാക്കി എല്ലാവരും വളരെ ജോളിയായി ബസ്സിൽ യാത്ര ചെയ്യുന്നു. ഇവൾ മാത്രം സിഗ്നസ് പാച്ചസ് ഒട്ടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നു. എന്നിട്ടും അവൾ വൊമിറ്റ് ചെയ്യുന്നു. അവസാനം അവർ ഗെയിം നടക്കുന്ന സ്ഥലത്തെത്തുന്നു. പക്ഷെ അപ്പോഴേക്കും അവൾ വളരെയധികം തളർന്നു കഴിഞ്ഞിരുന്നു. യൂണിഫോം ഇടാൻ പോലുമുള്ള ശക്തി അവൾക്കില്ല. സ്റ്റാർട്ടിംഗ് ഗൺ ഫയർ ചെയ്തിട്ടും അവൾ പ്രതികരിക്കാതെ നിൽക്കുന്നു. ടീമേറ്റ് അവളെ വിളിച്ചതും അവൾ നടക്കാൻ തുടങ്ങുന്നു. പക്ഷെ അവൾ ബോധം കെട്ട് വീഴുന്നു. അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവളെ ടീമിൽ നിന്ന് പുറത്താക്കുന്നു. അവൾ ടീമിൽ തിരിച്ചു കയറാനായി ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഒരു ദിവസം അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. നാഷണൽ ഗെയിമിൽ വിജയിച്ച കുട്ടികൾ ലഹരി ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയതുകൊണ്ട് ഒരിക്കൽ കൂടി ഗെയിം നടത്താൻ ഓർഗനൈസേഷൻ തീരുമാനിക്കുന്നു. അവൾ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോഴാണ് ടീം ക്യാപ്റ്റൻ ഒരു കാര്യം പറയുന്നത്. ഇവിടെ നിന്ന് വളരെയധികം ദൂരെയുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത്. അവൾ ഒരു ഉറച്ച തീരുമാനമെടുക്കുന്നു. അവൾ അത്രയും ദൂരം നടന്ന് ഗെയിം നടക്കുന്ന സ്ഥലത്തെത്താൻ തീരുമാനിക്കുന്നു. അവൾ വിചാരിച്ചതുപോലെ തന്നെ ഗെയിം നടക്കുന്നതിന് തൊട്ടു മുൻപ് അവൾ അവിടെ എത്തുന്നു. ഗെയിം സ്റ്റാർട്ട് ചെയ്തതും അവൾ എല്ലാവരുടെയും മുന്നിൽ കയറുന്നു.